ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രഹസ്യം മുത്തശ്ശി വാ. കൈവിട്. ഇവിടെ നിന്നങ്ങ് പറഞ്ഞാ മതി. മുത്തശ്ശി വാ. കൈവിടാൻ. നമ്മുടെ മുത്തശ്ശിയല്ലേ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. വാ മുത്തശ്ശി ഇങ്ങോട്ട് വന്നേ. പ്രസാദം തൊട്ട് കൊടുക്കുന്നോണ്ട് പ്രശ്നമുണ്ടോ? അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ, ആയിക്കോട്ടെ. സർ, അവര് തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ഞാൻ മടങ്ങും. ഓക്കെ മാഡം. വരുൺ ഇവിടെ തന്നെ ഉണ്ടാവും. ഡോക്ടർക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ വരുണിനെ വിളിച്ചാൽ മതി. ഓക്കെ മാഡം, ആയിക്കോട്ടെ. അതെ, വിളിക്കാനൊന്നും ശ്രമിക്കരുത്. ഒന്ന് അടുത്ത് നിന്ന് കാണുക, പുറത്തിറങ്ങുക. വരുൺ, നിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത സ്ത്രീ അത്. അവരെ ഒന്ന് സൂക്ഷിക്കണം. അവരൊരു കുഴപ്പമുണ്ടാക്കില്ല മാഡം, അത് ഞാൻ നോക്കിക്കോളാം. മോളെ, അച്ഛനെ കണ്ടോ? കണ്ടു. അച്ഛൻ ഉണർന്നിട്ടില്ല. അതിന് സമയമെടുക്കും. ഇനി എല്ലാവരും എന്തെങ്കിലും കഴിച്ച് നന്നായിട്ടിരിക്കാൻ നോക്ക്. മാഡം, ഒരുപാട് നന്ദിയുണ്ട്. മാഡം വിളിച്ച കാര്യങ്ങളൊക്കെ ശരിയാക്കിയതുകൊണ്ട് ദേവേട്ടന്റെ ചികിത്സയൊക്കെ ഇത്രയും നന്നായിട്ട് നടന്നത്. അതിന് എന്നോട് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല. ഇവളെ എടുത്തു വളർത്തി വലുതാക്കി തീർത്ത ആ മനുഷ്യന് വേണ്ടി എത്രയൊക്കെ ഉപകാരം ചെയ്താലും മതിയാവില്ല. ദൈവങ്ങളെ പോലെ എന്നും ഞാൻ കാൽക്കൽ കുമ്പിടുന്ന ഒരാളാണ് ദേവനാരായണൻ തിരുമേനി. ശരി, ഇനി ഞാൻ വൈകുന്നില്ല. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. അമ്മ കരഞ്ഞ മോളെ ആശ്വസിപ്പിക്കണം, അല്ലാതെ കൂടിയിരുന്ന് കരയാൻ പാടില്ല കേട്ടോ. വരുൺ, ഞാൻ ഇറങ്ങാണേ. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ വന്നു കയറിയത്. അപ്പൊ ഇറങ്ങി പോകുമ്പോഴും എന്നോട് പറയണമെന്നില്ല.
ഈ പ്രായത്തിൽ ഇനി നന്നാവണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ പ്രായത്തിൽ നന്നായ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അകത്ത് സുഖമില്ലാതെ കിടക്കുന്ന സ്വന്തം മകനോടില്ല, പുറത്ത് അവർക്ക് കാവല് നിൽക്കുന്ന അയാളുടെ ഭാര്യയോടില്ല. രാധികയെ ഒരിക്കലും നിങ്ങൾ സ്നേഹിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. നിങ്ങൾക്ക് നിങ്ങളോടെങ്കിലും കുറച്ച് സ്നേഹമുണ്ടോ? ഇല്ല. ഇപ്പൊ പൊയ്ക്കോ. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ശരി. അസുഖം മാറി അച്ഛൻ വരട്ടെ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം അച്ഛൻ നടത്തിത്തരും. ഹാ. ആശുപത്രി കിടക്കുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാ. പക്ഷെ നിങ്ങൾക്ക് കല്യാണ നിശ്ചയവും കല്യാണവും ഒക്കെ നടത്താം, ഒരു കുഴപ്പമില്ല. മനുഷ്യന്റെ ആരോഗ്യാവസ്ഥയൊക്കെ ഇടയ്ക്കൊക്കെ മാറുകയും മറിയുകയും ഒക്കെ ചെയ്യും. പക്ഷെ സൂത്രത്തിൽ അതും പറഞ്ഞ് ഇവരെ ചേർത്ത് വെക്കാമെന്ന് നീ വ്യാമോഹിക്കല്ലേ യശോദേ? മുത്തശ്ശി, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്തോന്നിന്? എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. രഹസ്യോ? മുത്തശ്ശി വാ. കൈവിട്. ഇവിടെ നിന്നങ്ങ് പറഞ്ഞാ മതി. മുത്തശ്ശി വാ. കൈവിടാൻ. നമ്മുടെ മുത്തശ്ശിയല്ലേ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. വാ മുത്തശ്ശി ഇങ്ങോട്ട് വന്നേ. അമ്മ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വരുൺ പറഞ്ഞോട്ടെ. നമുക്കല്ലേ വിലക്കുള്ളൂ, വരുണിന് വിലക്കില്ലല്ലോ. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? തിരക്ക് പിടിക്കാതെ മുത്തശ്ശി, എനിക്കല്ല പറയാനുള്ളത്, എന്റെ മുത്തശ്ശിക്കാ പറയാനുള്ളത്. ഒരു മിനിറ്റ്. മോനെ വരുൺ. മുത്തശ്ശി, അതെ, അച്ഛൻ എന്നെ രാധയും വിളിപ്പിച്ചതേ ഞങ്ങളെ രണ്ടാളെയും ഒന്നിച്ച് ചേർക്കണമെന്ന് തീരുമാനിച്ചിട്ടാ. പക്ഷേ അപ്പോഴേക്കും ആറ്റുശ്ശേരിയിൽ മുത്തശ്ശി വന്ന് തടസ്സം നിന്നു. അതോടെ അച്ഛനൊന്ന് തളർന്നുപോയി. എന്നിട്ട് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഈശ്വരാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നീ അവിടെ തന്നെ ഉണ്ടാവണേ, ആരും ഇല്ലാത്തതാ. പിന്നെ മുത്തശ്ശി, ആറ്റുശ്ശേരിയിലെ മുത്തശ്ശിയെ ഇപ്പോഴും നല്ല കടുംപിടുത്തത്തില. മുത്തശ്ശിക്ക് പ്രായക്കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ബഹുമാനം ഇല്ലാതെ ഒന്നും പറയുന്നത് ശരിയല്ലല്ലോ. ഞാനേ ഒന്ന് ഫോൺ കൊടുക്കാം, മുത്തശ്ശി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മുത്തശ്ശിക്കൊന്ന് സംസാരിക്കണമെന്ന്. എനിക്ക് വേണ്ട. ഞാനെന്തിനാ അവരോട് സംസാരിക്കുന്നേ?